ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റിയില്ല. ഇപ്പം ഞാൻ ഫോൺ നോക്കിയപ്പോഴാണ് ആ വീഡിയോ കണ്ടത്. നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നിറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് സമയത്താണല്ലോ നാട്ടിൽ പോയത്. പിന്നെ ഒരു മാസത്തോളം അവിടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സൺടാണൊക്കെ ആയിട്ട് ഫേസൊക്കെ നല്ല കരുവാളിപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിലായിരുന്നപ്പോൾ എന്ന് വെച്ചാൽ ടൈം ഇല്ലാത്തതുകൊണ്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാനായിട്ട് അധികം സമയമില്ലായിരുന്നു. പിന്നെ നാട്ടിൽ എനിക്ക് റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ഒരാഴ്ച മുന്നെയാണ് ഞാനിങ്ങനെ സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതും അങ്ങനെയൊക്കെ നോക്കുന്നതും ഒക്കെ. അതുവരെ ടൈമില്ലായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ മുഖം നിറച്ച് കരുവാളിച്ചിരിക്കുന്നത് കണ്ടത്. പിന്നെ അപ്പോൾ പെട്ടെന്ന് ഈ കരുവാളിപ്പൊക്കെ മാറാനായിട്ട് അപ്പോൾ തന്നെ ഞാനൊരു ഫേസ് പാക്ക് റെഡിയാക്കി. ആ ഫേസ് പാക്ക് നിങ്ങൾ കൂടി ഷെയർ ചെയ്യാം. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് അവലാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അവൽ കുറച്ച് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് കുതിരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് എടുത്ത് കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് അരച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഫുള്ള് ഞാൻ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ അവൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് ജ്യൂസ് മാറ്റി വെച്ചിട്ടില്ലേ, ആ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റ് ജ്യൂസും അവലും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതാണ്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ച പാലാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫേസിലിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പാൽ എടുത്തിട്ടുണ്ട്. പാൽ വെച്ചിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് കോട്ടൺ പാലിൽ മുക്കിയിട്ട് മുഖത്ത് ക്ലെൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്തിപ്പോൾ കോട്ടൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ കഴുത്തും കൂടി ക്ലെൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കഴുത്തിലും കൂടി പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കഴുത്തിനും കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് 2 മിനിറ്റ് ഇരുന്ന ശേഷം നമുക്കിത് കഴുകി കളഞ്ഞിട്ട് അടുത്ത് നമുക്കൊരു സ്ക്രബ് ചെയ്യണം. അപ്പം ഞാൻ ക്ലെൻസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ എടുത്ത ആ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ള അതിൻ്റെ സ്കിന്നുണ്ടല്ലോ അതും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടിയാണ്. പഞ്ചസാര ഇടുന്നത് കുറച്ച് നമുക്കൊരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു തരിതരിപ്പ് വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ക്രബ്ബറിനായിട്ട് പഞ്ചസാര എടുക്കുന്നത്. പഞ്ചസാര ഇതിൽ അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യണം. അപ്പോൾ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫേസ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒക്കെ വന്നിട്ട് സൺടാണൊക്കെ അടിച്ചിട്ട് കറുപ്പൊക്കെ വന്നിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനും ഒരു ഗ്ലോയിങ് ഒക്കെ വരാനും ഒക്കെ നമുക്ക് സാധിക്കും. നിങ്ങളുടെ അടുത്ത് അവലില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിന് പകരം അവലിന് പകരം ചോറ് അരച്ചിട്ട് ക്യാരറ്റും ജ്യൂസായിട്ട് മിക്സ് ചെയ്ത് പാലും ഒക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ സെയിം രീതിയിൽ അവലിന് പകരം ചോറ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 20 മിനിറ്റ്സ് നമുക്ക് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചെറിയ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് തുടച്ചെടുക്കണം കേട്ടോ. അതാണ് എളുപ്പം എടുക്കാൻ പറ്റുന്നത്. ഒരുപാട്
ഭയങ്കര സ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നും നമുക്ക്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ ഫ്രീ അല്ലേ, അവരിപ്പോൾ കളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എവിടെയൊക്കെ മുടിയിലൊക്കെ പറ്റി പിടിച്ച് ഇരിപ്പുണ്ടാവില്ലല്ലേ. കണ്ടില്ലേ, എൻ്റെ ഫേസ് നല്ലൊരു ഗ്ലോ, ഒരു ബ്രൈറ്റ്നസ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.